നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. അവിടെ താപനില 38 ഡിഗ്രി വരെ വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ താപതരംഗത്തിനും സാധ്യത. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽ, സംസ്ഥാനമൊട്ടാകെ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കണ്ണൂരിൽ ചൂട് കൂടുകയാണ്. എന്താണ് സ്ഥിതിവിശേഷം? ഫിജി കണ്ണൂർ ജില്ലയിൽ താപനില 38 ഡിഗ്രി വരെ വർദ്ധിക്കുമെന്നാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഒപ്പം തന്നെ കണ്ണൂർ ജില്ല ഉൾപ്പെടെ 5 ജില്ലകളിൽ താപതരംഗത്തിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നിരവധി കേസുകൾ, അതായത് ഈ സൂര്യതാപം മൂലം പൊള്ളലേറ്റ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പന്തക്കൽ സ്വദേശി 53 വയസ്സുകാരനായ UA വിശ്വനാഥൻ ഈ സൂര്യാതാപം മൂലം മരണപ്പെട്ട സംഭവമുണ്ടായി. വെള്ളിയാഴ്ച കിണർ പണിക്കിടെ ഇദ്ദേഹം തളർന്ന് വീഴുകയായിരുന്നു. ശേഷം ഉടൻ തന്നെ ഇദ്ദേഹത്തെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഞായറാഴ്ചയോടുകൂടി ഇദ്ദേഹം മരണപ്പെടുകയാണ്. ഇത്തരത്തിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകളും നിലവിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പകൽ സമയം 11 മണി മുതൽ 3 മണി വരെ ഈ സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുവാൻ കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഒപ്പം തന്നെ വെള്ളം പരമാവധി കുടിക്കുവാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ ദാഹമുണ്ടാകുമ്പോൾ മാത്രമല്ല, കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാൻ വേണ്ടി പറയുന്നു. ഒപ്പം തന്നെ ഈ പകൽ സമയങ്ങളിൽ മദ്യം, കാപ്പി, ചായ എന്നീ പാനീയങ്ങൾ ഒഴിവാക്കുക. ഒപ്പം പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രധാനമായും ഈ പഴം, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്തുവാൻ കൂടി പറയുന്നു. ഒപ്പം തന്നെ പക്ഷി മൃഗാദികൾക്ക് കുടിവെള്ളം ലഭിക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ഇത്തരം കാര്യങ്ങൾ കൂടി പറയുന്നു. കണ്ണൂർ ജില്ലയിൽ ശക്തമായ ചൂട് തന്നെയാണ് നിലവിൽ ഉള്ളത്. ശരി അമൽ.